എല്ലാവർക്കും നമസ്കാരം. മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ റിവ്യൂ ആണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ എന്ന് വെച്ചാൽ മഹാലക്ഷ്മിയും കണ്ണനും കൂടെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. റെഡി ആവുന്ന കൂട്ടത്തിൽ മഹാലക്ഷ്മി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, നമ്മൾ പോകുന്ന കാര്യങ്ങൾ നടക്കും, നമുക്കൊരു കുട്ടി ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കണ്ണൻ പറയുവാണ്, അത്രയ്ക്ക് അങ്ങ് ചിന്തിക്കണോ, താഴ്ന്ന നിലയിലൊക്കെ ചിന്തിച്ചാൽ പോരെയെന്ന്. അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അങ്ങനെയല്ല, നമ്മൾ വലിയ വലിയ ആഗ്രഹങ്ങൾ നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ചെറുതായിട്ടെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കൂ എന്ന് പറയുവാണ്. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട്, ഇപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ആ അമ്മയും ആ ചെറുപ്പക്കാരനും ഒക്കെ നമുക്ക് എന്തോ ഒരു ശക്തിയായിട്ട് നമ്മുടെ കൂടെ ഉണ്ടെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വിജയം കാണും കണ്ണേട്ടാന്ന് പറയുവാണ്. അപ്പൊ പറയുന്നുണ്ട്, അമ്മ പറഞ്ഞു കുട്ടി ഉണ്ടാവുന്നു, പക്ഷെ എന്റെ കുട്ടിയാണെന്ന് പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പൊ മഹാലക്ഷ്മി പറയുവാണ്, അങ്ങനെ ഒരു കുട്ടി ജനിക്കുവാണെങ്കിൽ അത് കണ്ണേട്ടന്റെ കുട്ടി മാത്രമേ ഈ മഹാലക്ഷ്മിയുടെ വയറ്റിൽ കാണത്തുള്ളൂ. അതുകൊണ്ട് അക്കാര്യത്തെക്കുറിച്ചൊന്നും കണ്ണേട്ടൻ പറയണ്ടെന്ന് പറയുവാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ റെഡി ആവുകയാണ്. ഈ സമയത്ത് വാമദേവൻ ഓടി വന്ന് മേഘനോട് പറയുവാണ്, നാളെ അവന് ഹോസ്പിറ്റലിൽ പോവാന്ന് പറയുവാണ്. അപ്പൊ മേഘം പറയുവാണ്, അവൻ പോട്ടെ അച്ഛാ, തിരിച്ചവൻ ആംബുലൻസിൽ കിടന്നോണ്ടേ വരത്തുള്ളൂ എന്ന് പറയുവാണ്. അപ്പം പ്രതാപനല്ല, വാമദേവൻ പറയുവാണ്, പിഴച്ചു പോവല്ല കാര്യങ്ങളൊന്നുമെന്ന്. അപ്പൊ പറയുവാണ്, അച്ഛൻ എന്താ എന്നെ പറ്റി വിചാരിച്ചത്? അച്ഛനും പ്രതാപനങ്ങളും കൂടാണ് മറ്റേ ആക്സിഡന്റ് ഉണ്ടാക്കിയത് എനിക്ക് നന്നായിട്ട് അറിയാം. കണ്ണൻ ആ കാറിലെന്നോർത്തോണ്ടാണ് വന്ന് ഇടിച്ചത് ലോറി പ്രതാപനങ്കിളിന്റെ. പക്ഷേ അത് ഞാനായിപ്പോയി. അതൊരു വിധിയുടെ ഇതായിരുന്നു. ഇതൊക്കെ എനിക്ക് കോമൺ സെൻസ് ഉണ്ട്. അതുകൊണ്ട് അച്ഛൻ ഒന്നും പറയേണ്ട, കാര്യങ്ങൾ തീർത്തിട്ടേ വരത്തുള്ളൂ. തോമസ് വൈദ്യന്റെ അവിടുന്ന് അവൻ എന്താണ് ജീവനോടെ വരത്തില്ലെന്ന് പറയുക. അപ്പം വാമദേവൻ പറയുവാണ്, പഴയ പോലല്ല, അവനിപ്പോ ഭയങ്കര ഭാഗ്യമുള്ളതാ, മഹാലക്ഷ്മിയുടെ ഭാഗ്യമാണ്. അവൾ ഭയങ്കര ഭാഗ്യവതിയായ ഒരു പെണ്ണാണ്. അതുകൊണ്ടല്ലേ അവൾ കമലേശ്വരത്ത് വന്ന് കയറിയത്. അതുപോലെ തന്നെ അതുകൊണ്ട് വളരെ സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അച്ഛൻ ധൈര്യമായിട്ടിരിക്കാൻ മേഘം വാക്ക് കൊടുക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ ഇപ്പൊ കമ്പനി 3-4 ദിവസം ആരാ നോക്കുന്നതെന്ന്. അപ്പം പറയുന്നുണ്ട്, ആരെന്നറിയത്തില്ല, അവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോ അച്ഛനെ ഒന്നും ഏൽപ്പിക്കത്തില്ല, അവന് നമ്മളെല്ലാം നല്ല സംശയമാണിങ്ങനെ മേഘം പറയുവാണ് വാമദേവനോട്. ഈ സമയത്താണെങ്കിൽ മഞ്ജുവും ദുർഗയും ഉണ്ണിയും കൂടി ഇരുന്ന് കുശുകുശുപ്പ് വെക്കുവാണ്. കണ്ണന്റെയും മഹാലക്ഷ്മിയുടെയും കുറ്റം പറയുവാണ്. അപ്പോഴത്തേനും ഉണ്ണി പറയുവാണ്, നിങ്ങളെല്ലാം കൂടെ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ ഞാൻ വെളിയിലെങ്ങാനും പോയി താമസിച്ചേനെന്ന്. അപ്പൊ ദുർഗ പറയുവാണ്, നീ അങ്ങനെ അബദ്ധമൊന്നും കാണിക്കല്ലേ, അങ്ങനെ നീ ഇവിടുന്ന് പോയാൽ പിന്നെ നമ്മുടെ പണികളെല്ലാം പാളിപ്പോവും. അതുകൊണ്ട് നീ തൽക്കാലം ഒന്ന് അടങ്ങ്, തൽക്കാലം വെളിയിലൊന്നും പോവൊന്നും വേണ്ട. അല്ലെങ്കിലും അവരുടെ ആഗ്രഹം നീയും കർണയും കൂടെ വെളിയിൽ പോയി താമസിക്കണമെന്നല്ലേ, നമ്മൾ അങ്ങനെ അങ്ങ് തോറ്റു കൊടുക്കാൻ പാടുണ്ടോ എന്ന് പറയുവാണ്. ഈ സമയത്ത് കണ്ണനും മഹാലക്ഷ്മിയും കൂടെ മറ്റേ തോമസ് വൈദ്യന്റെ വീട്ടിൽ പോകാൻ വേണ്ടി ഇങ്ങനെ വരുവാണ്. വരുന്ന വഴിയാണെങ്കിൽ കണ്ണനോട് ദുർഗ പറയുവാണ്, നിനക്ക് നമ്മളോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും ഞാനിപ്പോൾ അമ്പലത്തിൽ പോകാൻ തുടങ്ങും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നീ എങ്ങനെയെങ്കിലും ഈ വീൽ ചെയറിൽ നിന്ന് എഴുതിട്ട് നടന്നാൽ മതി എന്ന് പറയുവാണ്. അപ്പൊ കണ്ണൻ പറയുവാണ്, അങ്ങനെ കൂടുതലൊന്നും ഷോ കാണിക്കണ്ട, എനിക്കറിയാം എനിക്ക് വേണ്ടി ആരാ പ്രാർത്ഥിക്കുന്നതെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം, നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് എനിക്കറിയാം, എല്ലാവരുടെയും മനസ്സ് ഇരുണ്ട മനസ്സാന്ന് പറയുവാണ്. അപ്പൊ ഉണ്ണി കൗണ്ടർ അടിക്കുവാണ്, ആരുടെ ഇരുണ്ട മനസ്സെന്ന് അറിയാമെന്ന്. അപ്പം കണ്ണൻ പറയുവാണ്, നിന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, ഇരുണ്ട മനസ്സുള്ളവരെയൊന്നും കാണണ്ട, നീ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുക, നീ കാരണം ആകപ്പാടെ നാണക്കേടായി. കമലേശ്വരത്തെ കണ്ണന്റെ അനിയനാണ് അഴിമതി കേസിൽ പെട്ടേന്നൊക്കെ എല്ലായിടത്തും പാട്ടായി. ആകപ്പാടെ സൽപ്പേരുകളും എല്ലാം പോയി, ആകപ്പാടെ നാറി നിൽക്കുവാന്നൊക്കെ, ചീത്തപ്പേര് കാരണം നാറി നിൽക്കുവാന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അനിയനാന്നും പറഞ്ഞൊക്കെയാ ന്യൂസ് പോയേക്കുന്നൊക്കെ ഉണ്ണിയോട് പറയുവാണ്. അപ്പം ഉണ്ണി ഒന്നും മിണ്ടാതെ നിൽക്കുക. അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട്, പോട്ടെ കണ്ണേട്ടാ, ഇപ്പൊ നമ്മൾ പോവല്ലേ, പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറയുവാണ്. എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇയാളും കൊണ്ടുപോവുക, എന്തായാലും ഇയാളെ ഇവിടെ നിർത്തിയാൽ ശരിയാവത്തില്ല, എല്ലാവരും വിഷം ചിട്ടുന്ന പാമ്പുകളാന്ന് പറയുവാണ്. അപ്പൊ മഞ്ജു പറയുവാണ്, അങ്ങനെ കണ്ണേട്ട അങ്ങനൊന്നും പറയാതെ, ഞങ്ങളാരും കണ്ണേട്ടന് നല്ലതിന് വേണ്ടി മാത്രമേ ചെയ്തിട്ടുള്ളൂ പറയുക. അപ്പൊ കണ്ണൻ പറയാ, ദൈവത്തെ ഓർത്ത് അങ്ങനൊന്നും പറയല്ലേ, എനിക്ക് എല്ലാവരും നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇയാളെ ഇവിടെ നിർത്തിയിട്ട് പോയാൽ നിങ്ങൾ എന്തേലും ഇയാൾക്ക് അപകടം ഉണ്ടാകുമെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഇയാളെയും കൊണ്ട് ഞാൻ പോകുന്നത്, എനിക്ക് വിശ്വാസമില്ല എന്നും പറഞ്ഞ് അങ്ങ് പോവാണ് കണ്ണനും മഹാലക്ഷ്മിയും കൂടെ. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാല് മേഘനാണെങ്കിൽ 2-3 ഗുണ്ടകളുമായിട്ട് ഡിസ്കസ് ചെയ്യുവാണ്. തോമസ് വൈദ്യന്റെ ഇവിടെ ഹോസ്പിറ്റലിൽ കയറി കണ്ണനെ കൊല്ലാൻ വേണ്ടി. പക്ഷെ അവിടെ വെറുതെ കയറാൻ പറ്റത്തില്ലല്ലോ. അപ്പോഴത്തേനും ഒരു ഗുണ്ട പറയുവാണ്, സാറേ അങ്ങനെ വെറുതെ കയറാൻ പറ്റത്തില്ല, അവിടെ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. മേഘൻ അപ്പം തന്നെ കാറിന്റെ ബാക്കിലെ ഡിക്കിന്ന് ഒരു കമ്പി വടി എടുത്തുകൊണ്ട് വന്നിട്ട് ഒരുത്തന്റെ കാലിൽ ഒറ്റ അടി കൊടുത്തു. അവൻ പ്രതീക്ഷിക്കാതെ. അപ്പൊ തന്നെ അവൻ അയ്യോ പൊത്തോന്ന് വിളിച്ച് കരയുവാണ്. പറയുവാണ്, ഇപ്പൊ കാര്യമായല്ലോ അവിടെ കയറാൻ വേണ്ടി, അതുകൊണ്ട് വേഗം വിട്ടു, ഇവനെ എടുത്തോണ്ട് പോയിക്കോ,
പോയി തോമസ് വൈദ്യൻ്റെ അവിടെ പോയി അഡ്മിറ്റ് ചെയ്യുക, എന്നിട്ട് കാര്യങ്ങളൊക്കെ നടത്തി വരാമെന്ന് പറയുവാണ്. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മി ആണെങ്കിൽ അവിടെ ചെന്നു. വൈദ്യനാണെങ്കിൽ അവരെ റിസീവ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, തൻ്റെ ഒരു ജീവിതം വല്ലാത്ത ജീവിതമാണോ, ചുറ്റും ശത്രുക്കളാണല്ലോ എന്ന് പറയുവാണ്. ഞാൻ വല്ലതും പറഞ്ഞ പണ്ട് ഇതിനെയൊക്കെ പുറത്താക്കിയെന്ന് പറയുന്നത്. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എല്ലാവരും നന്നാവണം എന്നാണ് ഞാൻ വിചാരിച്ചത്. അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അച്ഛൻ ഈ രണ്ടാനമ്മയും അമ്മാവനും കൂടി അമ്മയുടെ ബന്ധുക്കളെ ഒന്നും അടുപ്പിക്കത്തില്ലായിരുന്നു. വരുന്നവരെയൊക്കെ ഇൻസൾട്ട് ചെയ്ത് വിടുമായിരുന്നു. അങ്ങനെ ഒരു ബന്ധുക്കളുമായിട്ടും ഒന്നും ഇല്ലാതായി, അവരായിട്ട് തന്നെ വരത്തില്ല. പിന്നെ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോവാണ് സാർ എന്നൊക്കെ പറയുവാണ്. അപ്പോൾ തോമസ് വൈദ്യൻ പറയുന്നുണ്ട്, തനിക്ക് കിഡ്നിക്കൊന്നും ഒരു പ്രശ്നവുമില്ല, അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല, എന്താണെങ്കിലും തന്നെപ്പോഴാണ് ഞാൻ കണ്ടിട്ടില്ലടോ, അതുകൊണ്ട് തന്നെ ഞാൻ എന്താണെങ്കിലും കാര്യമായിട്ട് ചികിത്സിക്കുമെന്ന് പറയുവാണ്. അങ്ങനെ അവർ റൂമിലോട്ട് പോകുന്ന സമയത്ത് മറ്റേ ഗുണ്ടകളും അവിടെ വരുന്നുണ്ട്. അവരാണെങ്കിൽ മറ്റവന്റെ കാല് ഒയ്യാന്നും പറഞ്ഞ് രണ്ടുപേരും ഓപ്പോസിറ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുവാണ്. പക്ഷെ കണ്ണനും മഹാലക്ഷ്മിക്കും മനസ്സിലായിട്ടില്ലല്ലോ ഇവരെ കൊല്ലാൻ വന്നതാന്ന്. അപ്പോൾ ഒരുത്തൻ പറയുവാണ്, ചികിത്സിക്കാൻ വന്നവൻ മിക്കവാറും കഴുമരത്തിൽ കയറിയായിരിക്കും തിരിച്ചു പോകുന്നതെന്ന്. എന്താണേലും അവൻ പറയുവാണ്, അവനെ കൊന്ന് ബോഡി ആയിട്ടായിരിക്കും പോകുന്നത്, ചികിത്സിക്കാൻ വന്നവെന്ന് ഇങ്ങനെ പറയുവാണ്. അപ്പം എന്നിട്ട് ഗുണ്ടകളും അങ്ങ് പോയി. ഇവര് നേരെ റൂമിലേക്ക് പോയിട്ട് അവര് പറയുവാണ്, കണ്ണൻ പറയുവാണ്, ഒരു പനി വന്നാൽ പോലും ഞാൻ ഹോസ്പിറ്റലിൽ പോകത്തില്ല, ഇപ്പൊ ഇവിടെ വന്ന് കിടക്കേണ്ട ഒരു അവസ്ഥ വന്നു. എന്താണേലും മഹാലക്ഷ്മി പറയുന്നുണ്ട്, കണ്ണേട്ടാ ഇത് ശരിയാവുന്നൊന്നും പറയുന്നില്ലല്ലോ, ഒരു നേരിയ ചാൻസ് ഉണ്ടെന്നല്ലേ ഡോക്ടറും പറയുന്നുള്ളൂ. ആ നേരിയ ചാൻസിന് 100% ചാൻസ് ആവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയുവാണ്. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്